അസുര തേജ. രചന ആലിയ സുൽത്താന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഇന്നാണ് വൈശാഖിയുടെ കല്യാണം. തേജ ഒരു ചുവന്ന നിറത്തിലുള്ള സാരിയാണ് ഉടുത്തത്. കല്യാണത്തിന് വേണ്ടി ആൽഫി വാങ്ങിച്ചു കൊടുത്താണ്. ആൽഫി അതിന് ചേർന്നൊരു ഷർട്ടാണ് ഇട്ടത്. തേജയും സുജേച്ചിയും ആൽഫിയും ഒക്കെ ഓഡിറ്റോറിയത്തിൽ എത്തിക്കഴിഞ്ഞ ശേഷമാണ് ഇന്ത്യ വരക്കാരെല്ലാം എത്തിയത്. കാറിൽ നിന്നിറങ്ങി വരുന്ന വിശ്വയെ കണ്ട് ആൽഫി അവിടുന്ന് മാറി നിന്നു. ഇനി തേജയോട് മിണ്ടാൻ താനൊരു തടസ്സമായുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്. എന്തോ അത് കണ്ടപ്പോൾ തേജയ്ക്ക് വല്ലാണ്ടായി. അവൾ അവനെ നോക്കിയപ്പോൾ അവനൊന്ന് കണ്ണി ചിമ്മി കാണിച്ച് അവളെ സമാധാനിപ്പിച്ചു. അക്ഷയല്ലാത്ത എല്ലാ ഫ്രണ്ട്സും കല്യാണത്തിന് എത്തിയിട്ടുണ്ട്. എല്ലാവരും അവനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ആൽഫിയും വിമലും ഒരു ചിരിയോടെ നോക്കി നിന്നു. മുത്തശ്ശ. തേജ വിശ്വയെ കണ്ടപാടെ പോയി കെട്ടിപ്പിടിച്ചു. എന്താ കുട്ടിയെ, ആ വഴിയൊക്കെ മറന്നോ നീ? അയാൾ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ക്ലാസ്സിലെ മുത്തശ്ശ, അതുകൊണ്ടാ. അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇവരൊക്കെ എപ്പോ എത്തി? അനാമികയും അനാനികയും കണ്ടവൾ ചോദിച്ചു. ഞങ്ങളൊക്കെ എത്തിയിട്ട് ഒരാഴ്ചയായി. നീയല്ലേ ബിസി? അനാമിക അവളെ നോക്കി കെറിവിച്ചു. ഒന്ന് പറയായിരുന്നില്ല എന്നോട്? തേജയും പരിഭവിച്ചു. അതിനിപ്പോ എന്താ, കൈയോടെ കൂട്ടിക്കൊണ്ടു പോകാനല്ലേ ഞങ്ങൾ വന്ന്, അല്ലേ മുത്തശ്ശ? അനാനിക വിശ്വയെ നോക്കി ചിരിച്ചു. അതെ അതെ, അയാൾ അവരെ നോക്കി ചിരിയോടെ പറഞ്ഞു. തേജക്കപ്പോൾ ആൽഫിയുടെ മുഖമാണ് മനസ്സിലേക്ക് ഓടിയെത്തിയത്. ഇങ്ങനെ ചിന്തിച്ചു കൂട്ടില്ലേ തേജ്? അളിയനോട് ഞാൻ പറഞ്ഞോളാം. അവളുടെ മനസ്സറിഞ്ഞ പോലെ തേജ് അവളുടെ ചെവിയിൽ സ്വകാര്യം പോലെ പറഞ്ഞു. അത് കേട്ടതോടെ ഒരു സമാധാനം തോന്നിയെങ്കിലും ആളില്ലാത്ത തനിക്കും ഞാനില്ലാത്ത ആൾക്കും എത്ര നേരം പിടിച്ചു നിൽക്കാനാവും? ഇപ്പോഴാണെങ്കിൽ വെറും കുസൃതിയാണ്. പ്രണയം നിറച്ചുള്ള ആ നോട്ടം കാണുമ്പോഴേ വിവശയായി പോവും. അതോർക്കി അവളുടെ മുഖമാകെ ചുവന്നു തുടുത്തു. എവിടെയാ മോളെ? വിരൽ ഞൊടിച്ച് അനാമിക കളിയോടെ ചോദിച്ചു. അവൾ പോടിയെന്നും പറഞ്ഞ് അവരോട് അകത്തേക്ക് നടന്നോളാൻ പറഞ്ഞു. ഇതിനിടയിൽ വിക്രമം വന്ന് വിശ്വയെ അകത്തേക്ക് കൊണ്ടുപോയി. തേജ അമ്മയ്ക്കും അച്ഛനും അടുത്തേക്ക് ചെന്നു. വലിയമ്മയും വലിയച്ഛനും എല്ലാം അവളെ വാത്സല്യത്തോടെ തലോടി. കൊച്ചുണ്ടാപ്പി കണ്ടപാടെ മേലേക്ക് ചാടി. ചെക്കനൊന്ന് വലുതായ പോലെ തോന്നി. നീലി ചേച്ചി എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ഒന്നുമില്ലെന്ന് ചുമല് കൂച്ചി. എന്നിട്ട് ചിരിച്ചു. വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സമയം പോയതേ അറിഞ്ഞില്ല. താലി കെട്ടിയുള്ള സമയമായപ്പോൾ അനു എത്തി. തേജാണ് അവളെ പോയി കൂട്ടിക്കൊണ്ടുവന്ന്. കൂടെ ദിവ്യയുമുണ്ട്. അവരെ നോക്കി വൈശാഖി ഒന്ന് ചിരിച്ചു. ഉള്ളു നീറുന്നൊരു ചിരി. അഹങ്കാരം കൊണ്ടാണ് ഞാൻ അവനെ പ്രണയിച്ചെന്ന് പലർക്കും തോന്നാം. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ലായിരുന്നു. ഒന്നിക്കേണ്ടവരെ ഒന്നിക്കാവൂ. സ്നേഹമൊന്നും പിടിച്ചു വാങ്ങിക്കാനാവില്ല. അവൾക്ക് മുന്നിൽ പ്രശാന്ത് താലിയുമായി പുഞ്ചിരിയോടെ നിന്നു. ഇനി ഇതാണ് തൻ്റെ ലോകം, തൻ്റെ പ്രണയം. നിഷ്കളങ്കമായ ഒരു മുഖമുള്ളവൻ, സ്വഭാവവും അതുപോലെ തന്നെ. കുറച്ചു ദിവസം കൊണ്ട് തന്നെ ആളെ മനസ്സിലാക്കിയിരുന്നു. കെട്ടുമേളം ഉയർന്നു. പ്രശാന്ത് താലി കെട്ടുമ്പോൾ അനിയത്തി പ്രമിഷ വൈശാഖിയുടെ പുറകിൽ വന്ന് നിന്ന് താലി മുറുക്കി കൊടുത്തു. എല്ലാവരും ചുറ്റും നിന്ന് പൂക്കൾ അവർക്ക് മേലെ എറിഞ്ഞു. പുതിയൊരു ജീവിതം. വൈശാഖി കണ്ണുകളടച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ചു. വിമൽ മാറിയെന്ന് സന്തോഷം കൊണ്ട് കണ്ണു നിറച്ചു. ഒരേട്ടൻ്റെ സ്നേഹം അത് അത്രത്തോളം പ്രാധാന്യമുള്ളത് തന്നെയാണ്. കല്യാണത്തിന്റെ ആരവങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. വൈശാഖി പ്രശാന്തിന്റെ വീട്ടിലേക്ക് യാത്രയായി. രേണുവിനെയും ഫാമിലിയെയും വിളിച്ചതാണെങ്കിലും അവൾക്ക് ബാംഗ്ലൂരിൽ എക്സാം നടക്കുന്നതുകൊണ്ട് അവർക്ക് വരാനായില്ല. ആൽഫി, തേജങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ? എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോൾ തേജ് ചോദിച്ചു. ആൽഫി അവൻ മിഴിച്ചെന്ന് നോക്കി. അല്ലടാ, എല്ലാവരും കൂടി വന്നല്ലേ, അപ്പം മുത്തശ്ശൻ അവളെ കൊണ്ടുപോകാനൊരു മോഹം. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? അവളൊന്നും പറഞ്ഞില്ല. ആ കേട്ടപാടെ മുഖം വാങ്ങി. കെട്ടിയവൾക്ക് കെട്ടിയവനെ വിട്ടൊരു നിമിഷം പോലും പറ്റാണ്ടായി. തേജ് അവനെ നാക്കിക്കൊണ്ട് പറഞ്ഞു. ആൽഫിക്ക് അത് കേട്ടത് മനസ്സിൽ പൂത്തിരി കത്തി. എൻ്റെ പെണ്ണ്. അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. അവൻ്റെ ചുണ്ടിൽ ഒരു നേരിയ പുഞ്ചിരി വിടർന്നു. വിമലും തേജും ആൽഫിയെ നോക്കി പരസ്പരം ചിരിച്ചു. ആൽഫി അത് കാണുകയും ചെയ്തു. അവൻ പുരികം പൊക്കി അവരോട് എന്താണെന്ന് ചോദിച്ചു. രണ്ടും ഒന്നുമില്ലെന്ന് പറഞ്ഞ് കണ്ണു ചിമ്മി. ഞാനിപ്പോ നിങ്ങൾ സംസാരിച്ചിരിക്കുക. ആൽഫി അതും പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റു. അവൻ അവളെ ഒന്ന് കാണണമെന്ന് തോന്നി. ഹൃദയം വല്ലാതെ മിടിച്ചു. കണ്ണുകൾ അവളെ
അമർത്തി കമിഴ്ന്ന് കിടക്കുമ്പോൾ എന്തോ നിർബന്ധിച്ചെടുപ്പിക്കുന്നതല്ല. പോടാ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഓ, ഞാൻ വിശ്വസിച്ചു മോളെ. അവർ രണ്ടുപേരെയും നോക്കിയിരുന്നു. ഇത്രമേൽ ദൃഢമായൊരു സൗഹൃദം തനിക്ക് ഉണ്ടായിട്ടില്ല. ഇവരെന്തൊരു കൂട്ടാണ്. ഇപ്പോഴും കോളേജിൽ ആരുമായിട്ടും വലിയ കൂട്ടൊന്നും തനിക്കില്ല. ആ, ബാക്കി കത്തിയിടയ്ക്ക് ഇനി ജ്യൂസ് കുടിച്ചിട്ടാവാം. അപ്പോഴേക്കും വിഷ്ണു അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. അവൻ നീട്ടിയ ട്രേയിൽ നിന്ന് ഓരോ ഗ്ലാസ് അനുവും തേജും എടുത്തു. ഒരെണ്ണം ദിവ്യയും. ആളിനത് കല്യാണത്തിന് വരാതിരുന്നേ? തേജ് ജ്യൂസും സിപ്പ് ചെയ്തുകൊണ്ട് ചോദിച്ചു. ഇന്ന് ഓഫീസിൽ കണക്കെല്ലാം കൂട്ടി കൊടുക്കേണ്ട ദിവസമായിരുന്നു, അതുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. നിങ്ങൾ വരുന്നതിന് തൊട്ടു മുന്നേ ഞാൻ എത്തിയത്. ഇനി എന്തായാലും അടുത്ത് ഞങ്ങളുടെ ഇതിന് കൂടാ, അല്ലേടി ഞാൻ പോളെ. തേജ് കണ്ണിറുക്കി അനുവിനെ നോക്കി ചിരിയോടെ ചോദിച്ചു. പെണ്ണ് കണ്ണ് കുറിപ്പിച്ച് നല്ലൊരു പിച്ച് വെച്ച് കൊടുത്തു. അവൻ വേദനിച്ച് മുഖം ചുളിച്ചു. ദിവ്യയും വിഷ്ണു അവരുടെ കോപ്രായങ്ങൾ കണ്ട് പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോളിയാ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇവളെ വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് പോവാൻ. ശരിയാണോ, ഇനി ഇടയ്ക്കൊക്കെ ഇറങ്ങി. വിഷ്ണു എഴുന്നേറ്റ് അവനെ കെട്ടിപ്പിടിച്ചു. ഇനി രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഒരു ദിവസം വരണം, ഒന്ന് ഫ്രീ ആവട്ടെ. അപ്പം ശരിയേച്ചി, അവന് ദിവ്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ചെല്ല്, അവന് ധൃതിയായി. ദിവ്യ തേജിനെ ചൂടി ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും തേജ് മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു. രണ്ടുപേരും കാറിൽ കയറി അവർക്ക് കൈവീശി കാണിച്ചു. തേജ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മുതിർന്നവരല്ലാത്തവരെല്ലാം പുറത്തേനെ നിൽപ്പുണ്ട്. എല്ലാവരും ഇരുന്ന് കത്തിയടിക്കുന്ന തിരക്കിലാണ്. തേജ് കാറിൽ നിന്ന് ഇറങ്ങി അവർക്കടുത്തേക്ക് ചിരിയോടെ ഇരുന്നെങ്കിലും ഒരാൾ അവനെ മൈൻഡ് ചെയ്തില്ല. അതെ, ഞാൻ വന്ന ആരും കണ്ടില്ലാന്നുണ്ടോ? അതിനി ഇയാളാരാളാവോ? അപ്പൊ അവനെ നാക്കിക്കൊണ്ട് ചോദിച്ചു. പ്രവീൺ, നീയെങ്കിലൊന്നും പറയടോ. ഈ കളിയിൽ ഞാനില്ല മോനെ. ആ പെണ്ണ് ഏതാണെന്ന് പറഞ്ഞു കൊടുത്തേക്ക്. പ്രവി അതും പറഞ്ഞ് ഒഴിഞ്ഞു മാറി കൊച്ചുണ്ടാപ്പിനെയും കൊണ്ട് അകത്തേക്ക് വലിഞ്ഞു. ഏത് പെണ്ണ്? തേജ് മനസ്സിലാവാതെ പ്രവി പോയ വഴിയെ കണ്ണുമിഴിച്ചു നിന്നു. ആലോചിച്ച് തല പോക്കണ്ട മാഷെ, കല്യാണത്തിന് കൂടെ ഉണ്ടായിരുന്ന കൊച്ച്, അത് നമ്മുടെ കോളേജിലെ കൊച്ച്. അപ്പു തേജിനെ വട്ടം ചുറ്റി നടന്നുകൊണ്ട് അവനെ ചൂട് നോക്കി ചോദിച്ചു. അപ്പോഴേക്കും എല്ലാത്തിൻ്റെയും നോട്ടം തേജിലെത്തിയിരുന്നു. തേജാണെങ്കിൽ കടലിന്റെ നടുവിൽപ്പെട്ട അവസ്ഥയിൽ നിന്ന് പരിങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ തനിക്ക് തന്ന പണിയൊന്നും അത്ര വേഗത്തിൽ മറക്കാൻ കഴിയില്ലല്ലോ എന്ന ഭാവത്തിൽ അപ്പു കിട്ടിയ ചാൻസ് മുതലായിക്കൊണ്ടിരുന്നു. പറയട്ടോ, ഏതാ കൊച്ച്? തേജ അവനെ കനപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് കോളേജിലൊരു കൊച്ച് അല്ലേ? തേജ് തപ്പിപ്പിടിച്ചു. കോളേജിലെ കൊച്ചോ? എന്തോ കൊക്കോള ഫാമിലിയോ? ഹോ, അല്ലയാണെന്നൊക്കെ നിങ്ങൾക്കെല്ലാം അറിയൂ ആദ്യാരേ. അപ്പു തേജിനിട്ട് വലവീശിക്കൊണ്ടിരുന്നു. സത്യം പറ, നിങ്ങൾ തമ്മിൽ ലവ്വല്ലേ? യാർ, മൊഹബത്ത്, കാതൽ? വലിയ കാര്യം കണ്ടുപിടിച്ച പോലെ ചോദിച്ചോ. തേജിന്റെ ഉള്ളിലൊരു വെള്ളിടി വെട്ടി. തേജ് ഒന്നും മിണ്ടാതെ നിന്നു. എന്റെ കള്ള വാദ്യാരെ, ചേ മാറിപ്പോയി, കള്ള കാമുക. ഇനിയെങ്കിലും ഒന്ന് സമ്മതിച്ചൂടെ? ആരോടാ നിങ്ങളുടെ ഈ ഒളിച്ചു കളി? അപ്പൊ വീണ്ടും കളിയായിക്കൊണ്ട് പറഞ്ഞു. നിങ്ങളൊക്കെ വലിയ സത്യം കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഞാനീ മറച്ചു വെക്കുന്നില്ല. കോളേജിലെ കൊച്ചാ അനന്യ. അപ്പു കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞ്? മലയാളം ഡിപ്പാർട്ട്മെന്റിലെയാ. ഇപ്പൊ തേജസിന്റെ കാമുകയും. തേജ് കുറച്ചധികം ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ചുണ്ടിൽ വിരിഞ്ഞ ചിരി അത്രയും മറച്ചു പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. എന്നാലും എന്റെ ഏട്ടാ, നിങ്ങൾ പ്രേമിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. ഹോ, ഏട്ടനും പ്രേമം, പഴങ്കഞ്ഞിയിലും ആവി. നമ്മുടെ മാവ് എന്നാണ് അവനി പോക്കുന്നത്? അപ്പു പറഞ്ഞു. ഞാൻ ചുമ്മാ എറിഞ്ഞു നോക്കിയതാ. എന്തായാലും വാദ്യരയിൽ വീണു. അപ്പു തന്നെ പ്ലാൻ വർക്കൗട്ടായ സന്തോഷത്തിൽ എന്തൊക്കെയോ ആലോചിച്ചിരിച്ചുകൊണ്ട് ബൈക്ക് എടുത്ത് പുറത്തേക്ക് പോയി. അമ്മു, അച്ചുവും തേജയും കൂടി തൊടിയിലേക്ക് ഇറങ്ങി.
മഴക്കാലായതുകൊണ്ട് തൊടിയിലെ മാവിൽ നല്ല പഴുത്ത മാങ്ങാണ് അല്ലിടി ചേച്ചി. അമ്മ വലിയ സംഭവമായി തേജ നോയി ചോദിച്ചു. കാണും, വേം വാ, നമുക്ക് പോയി എടുക്കാം. കൂടെ കുളത്തിലും ചാടാം, ആപ്പിൾപ്പൂവും പറിക്കാം. ഓർമ്മകളിലെ പഴയ 15 വയസ്സുകാരിയെ പോലെ തേജ അതും പറഞ്ഞ് മുന്നോട്ട് നടന്നു. അച്ചുവും അമ്മവും അവൾക്ക് പുറകെയും. രാത്രി ഏറെ വൈകിയാണ് പാർവണി കിടന്ന്. ഒറ്റനില വീട്ടിൽ തളർന്നു കിടക്കുന്ന അച്ഛൻ്റെ കൂടെയാണ് താമസം. അച്ഛൻ തനിക്കായി മാറ്റിവെച്ച സ്വത്തുക്കളുമായിട്ടാണ് അക്ഷയ് കടന്നു കളഞ്ഞത്. പെട്ടെന്ന് കറണ്ട് പോയതും അച്ഛൻ്റെ മുറിയിലേക്ക് നടക്കുന്നവൾ പുറത്താരുടെ നെടുനക്കം കണ്ട് ഭയന്നു വിറച്ചു. പിന്നീട് 2 വന്യമായ കണ്ണുകൾ കൂടി കണ്ടതും അവളുടെ ഭയമേറി. യാര് എന്നെ വേണം? വല്ല തമിഴന്മാർ അയൽവാസികളാവും എന്ന് വിചാരിച്ച് വാതിൽ തുറന്നുകൊണ്ട് അവൾ ചോദിച്ചു. പെട്ടെന്ന് പുറകിൽ നിന്ന് വലിയൊരു ദണ്ട് കൊണ്ട് അയാൾ അവിടെ തലക്കടിച്ചു. നിലത്തുനിന്ന് വീണ ഓടാൻ ശ്രമിച്ചപ്പോഴേക്കും അവൾക്ക് മുമ്പിൽ അയാൾ കത്തി ഉയർത്തി നിന്നു. ഒച്ച വെക്കാനാവാതെ അവളുടെ നാവുകൾ കുഴഞ്ഞു. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യല്ലേ. കരഞ്ഞുകൊണ്ട് അവൾ അയാളുടെ കാൽക്കൽ വീണു. ആ കാൽ കൊണ്ട് അയാൾ വീണ്ടും തൊഴി വെച്ചു കൊടുത്തു. ചുമരിൽ ചെന്ന് തറയിടിച്ചോ നെറ്റിയിൽ നിന്ന് ചോര വാർന്നു തുടങ്ങി. കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ കത്തി കൊണ്ട് അയാൾ അവിടെ കഴുത്തിൽ വരഞ്ഞു കഴിഞ്ഞിരുന്നു. അവസാന ശ്വാസം വലിക്കുമ്പോൾ അയാളുടെ ഒരു മുരണ്ട മൃഗത്തിനെ പോലുള്ള ശബ്ദം അവളുടെ കാതുകളിൽ അലയടിച്ചു കഴിഞ്ഞിരുന്നു. എന്തോ നേടിയ ആത്മസംതൃപ്തിയോടെ അയാൾ പുറത്തേക്ക് നടന്നു. ഇരുട്ടിന്റെ തീവ്രതയിൽ അയാളുടെ മുഖം മറഞ്ഞു കിടന്നു. രാവിലെ വിമലിന്റെ നിർത്താതെയുള്ള ഫോൺ കോൾ കേട്ടുകൊണ്ടാണ് ആൽഫി എഴുന്നേറ്റത്. ആ പറയണ, എടാ പാർവണ, ഷീസ് ഡെഡ്. വാട്ട്? ആൽഫി കിടക്കുന്നിടന്ന് ചാടി എഴുന്നേറ്റു. ഇന്നലെ നൈറ്റാണ് സംഭവം, മർഡറാ. ഇതുവരെ തെളിവും കിട്ടിയില്ലെന്നാ ശരൺ പറഞ്ഞു. എന്നിട്ട് ബോഡി എന്ത് ചെയ്തു? അത് മോർച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് വരാം, നമുക്ക് അവിടെ ഒന്ന് പോകണം. ശരിയടാ. വിമൽ ഫോൺ വെച്ചതും ആൽഫി കുറച്ചു നേരം എന്തോ ആലോചിച്ചിരുന്നു. പിന്നെ വേഗം ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിറങ്ങി. ഇച്ചാനിത് ഇങ്ങോട്ടാ, കഴിച്ചിട്ട് പോവാം. അവൻ വേഗത്തിൽ സ്റ്റെപ്പ് ഇറങ്ങി ഒന്ന് പുറത്തേക്ക് പോകുന്നതായിട്ട് തേജ പറഞ്ഞു. കഴിക്കാനുള്ള സമയമില്ല തേജ, ഞാൻ ഇറങ്ങുക, സുചേച്ചിയോട് പറഞ്ഞേക്ക്. അവൻ വണ്ടിയിലേക്കായിരുന്നിലൂടെ വിളിച്ചു പറഞ്ഞു. തേജ വാടിയ മുഖത്തോടെ അകത്തേക്ക് നടന്നു. എന്തെങ്കിലും തിരക്കാണെന്ന് അറിയാമെങ്കിലും ഉള്ളിലൊരു വിഷമം തികട്ടി വരും. സൂര്യൻ 2 ദിവസമായി ബാംഗ്ലൂരായിരുന്നു. ശ്രേയ പിന്നീട് വിളിച്ച് ശല്യപ്പെടുത്തിയെങ്കിലും സൂര്യ ഒന്നും മൈൻഡ് ചെയ്തില്ല. കസ്തൂരിയോട് മാപ്പ് പറയണമെന്ന് കുറേ തവണ വിചാരിച്ചു, പക്ഷെ മനസ്സ് സമ്മതിച്ചില്ല. അനുവിനെ പിന്നെ കണ്ടതേയില്ല. ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് പ്രധാന കാരണം. അത്രയും പൊട്ടത്തരങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നാട്ടിലേക്കുള്ള വണ്ടി വന്നു. ആദ്യം തന്നെ സീറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കയ്യിലുള്ള ലാപ്പിലെന്തോ കുത്തിക്കുറിച്ച് സൂര്യൻ സൈഡ് സീറ്റിൽ ജനലോരം ഇരുന്നു. വിമലും ആൽഫിയും കോയമ്പത്തൂർ എത്തിയപ്പോൾ സമയം ഉച്ച കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിനായി ബോഡി കൊണ്ടുപോയിട്ടുണ്ട്. ഫോറൻസിക് വിഭാഗം ഓരോ തുമ്പും പരിശോധിച്ചെങ്കിലും കൊലയാളിയുടെ ഒരു തെളിവും കിട്ടിയില്ല. പാർവണയുടെ അച്ഛൻ ഇതിനകം നെഞ്ചുവേദന വന്ന് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു. ആകെയുള്ള മോളുടെ തിരോധാനം അയാളെ വല്ലാതെ തളർത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക ആൽഫി? അക്ഷയ് ഇവിടെ വരാൻ ചാൻസ് ഇല്ല. പിന്നെ അവൻ്റെ പുറകിൽ കിടന്ന് കളിക്കുന്നവൻ ആരാണ്? വിമൽ ക്യാപ്പ് അഴിച്ചു വെച്ച് അവിടെയുള്ള ബെഞ്ചിലേക്ക് ഇരുന്നു. നിനക്കന്ന് പറഞ്ഞു തന്ന പപ്പയുടെയും അമ്മയുടെയും ബാക്കി കഥ കേൾക്കേണ്ട വിമലേ? ആൽഫി ചെറിയൊരു ചിരിയോടെ വിമലിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. വിമലാണെങ്കിൽ ഇവൻ ചോദിച്ചുള്ള മറുപടി അറിയാതെ മറു ചോദ്യം ചോദിക്കുന്നുണ്ട് അവനെ തന്നെ മിഴിച്ചു നോക്കി നിന്നു. പിന്നെ പതിയെ തലയാട്ടി അവൻ്റെ കഥ കേൾക്കാൻ തുടങ്ങി. ഫ്ലാഷ് ബാക്ക്. ജോണും ദേവി അന്നേനെ ഇടുക്കിലേക്ക് താമസം മാറി. ജോണിൻ്റെ വകയുള്ള ഒരു അമ്മായിയുടെ വീട്ടിലേക്ക്. ത്രേസി, അതായിരുന്നു അവരുടെ പേര്. ജോൺ എല്ലാ കാര്യങ്ങളും അവരെ അറിയിച്ചു. എബ്രഹാമിനെ വിളിച്ചറിയിക്കാൻ അപ്പോൾ അവൻ മുതിർന്നില്ല. മക്കളില്ലാത്ത ത്രേസിക്ക് ദേവിയെ പെരുത്ത് ഇഷ്ടമായി. ജോൺ ചെറിയ കച്ചവടമൊക്കെ ആയിട്ട് ഇടുക്കിയിൽ തന്നെ കൂടാൻ തീരുമാനിച്ചു. രാത്രിയുടെ നീണ്ട യാമങ്ങളിൽ മൂന്നാറിൻ്റെ കൊടുന്നടപ്പിൽ ജോണിൻ്റെ കൈകൾ കോർത്ത് അവനെ നെഞ്ചോരം ചേർന്നിരുന്നു ദേവി. ദേവിയെ, എൻ്റെ പെണ്ണെ. കളിയോടെ ജോൺ അവളുടെ കാതുകളിൽ മന്ത്രിച്ചു. ദേവി നാണത്തോടെ മുഖം താഴ്ത്തി കളഞ്ഞു. എൻ്റെ പെണ്ണിൻ്റെ ശബ്ദം അങ്ങ് എടുത്തു ഈശോയെ. ജോൺ അവളുടെ മുഖം തിരിച്ച് അവന് നേരെ പിടിച്ചു. വേണ്ട കേട്ടോ ചായോ. ഓ, അപ്പം എൻ്റെ ദേവിക്ക് ശബ്ദമൊക്കെ ഉണ്ട്. എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. എന്തിനാ എൻ്റെ ദേവി പെണ്ണ് പേടിക്കുന്നത്? ഈച്ചാനില്ലേ? ഈച്ചാനില്ലേ എൻ്റെ കൊച്ചിൻ്റെ കൂടെ. അച്ഛനെ വെറുതെ വിടൂല ചോദിച്ചാ? അയ്യേ, ഇത്രയുള്ളൂ നീ. അവരൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാന്നേ. നല്ലൊരു ദിവസം കളഞ്ഞ് കൊളാക്കൽ എൻ്റെ ദേവിക്കുട്ടിയെ. നാളെ കുന്നിൻ മുകളിലെ പള്ളിയിൽ വെച്ച് നമ്മുടെ മിന്നേട്ടായിട്ടോ. ദേവി കണ്ണുമിഴിച്ച് അവനെ നോക്കി. അവൾക്ക് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. ദേവി ജോണിനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. ജോണിൻ്റെ ആദരങ്ങൾ അവളുടെ മൂർധാവിൽ പതിഞ്ഞു. പ്രണയത്തിൻ്റെ മധുരം നുകർന്ന് ദേവിയും ജോണും അവരുടെ ജീവിതം അവിടെ തുടങ്ങിയായിരുന്നു. ത്രേസി അമ്മച്ചി രാവിലെ തന്നെ പാല് തിളപ്പിച്ച് തേയിലപ്പൊടി അതിലേക്ക് പകർന്നു. ദേവിയെ ജോണിൻ്റെ കൂടെ കിടത്താതെ തൻ്റെ മുറിയിലാണ് ത്രേസി അമ്മച്ചി കിടത്തിയിരുന്നത്. കെട്ടുകഴിഞ്ഞു മതി, നിന്റെ ഭാര്യയാണെന്നുള്ള വാദം പറഞ്ഞുള്ള നിന്റെ വരവെന്ന ത്രേസി അമ്മച്ചിയുടെ വാക്കിൽ ജോണിന് പിന്നെ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പുറകിൽ നിന്ന് കളിയാക്കി ചിരിച്ച ദേവിയെ കണ്ണുരുട്ടി പേടിപ്പിക്കാനും ജോൺ മറന്നില്ല. അതിൻ്റെ പേരിൽ രണ്ടുപേരോടും മിണ്ടാ നടപ്പാണ് പുള്ളി. രാവിലെ 10 മണിക്കാണ് മിന്നിയിട്ട്. ചായ കൂടി കഴിഞ്ഞ് മൂവര് ഇറങ്ങി. വെള്ളയിൽ സ്റ്റോൺ വർക്കുള്ള സാരി ഉടുത്തിറങ്ങിയ ദേവിയെ കണ്ട് ജോൺ വായും പൊളിച്ച് നിന്നുപോയി.
പിന്നെ പിണക്കമാണല്ലോ എന്നോർത്ത് മുഖം വീർപ്പിച്ച് തിരിഞ്ഞു നിന്നു. അതുകൊണ്ട് ത്രേസ്യാമച്ചിയും ദേവിയെ ഒരുമിച്ച് ചിരിച്ചുപോയി. ഗോൾഡൻ ഹിൽസിന്റെ മുകളിലാണ് ചർച്ച്. പിണക്കം മാറ്റി ദേവിയുടെ കൈകൾ ജോൺ കൈകോർത്ത് പിടിച്ച് ജീവിതത്തിലേക്കുള്ള ഓരോ പടികളെന്ന പോലെ പള്ളിയുടെ ഓരോ പടികൾ അവർ കയറി തുടങ്ങി. ആളും ആരവും ബഹളങ്ങളൊന്നുമില്ലാതെ ആ പള്ളിയിൽ വെച്ച് ജോൺ ദേവിയുടെ കഴുത്തിൽ മിന്നി ചാർത്തി. സാക്ഷികളായി ഇടവകയിലെ അച്ഛനും ത്രേസ്യാമച്ചിയും മാത്രം. കുന്നിൻ മുകളിലെ തേയിലത്തോട്ടത്തിലൂടെ ജോൺ ദേവിയുടെ കൈ പിടിച്ച് ഓടി നടന്നു. തൻ്റെ പ്രണയം, തൻ്റെ പാതി. ജോണിന്റെ ഹൃദയം പെരുമ്പറ കൊട്ടി. ദേവിയുടെയും മറിച്ചായിരുന്നില്ല. ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം എങ്ങോട്ടോ പോയി മറിഞ്ഞിരുന്നു. ഈ പ്രണയപ്പുഴയിൽ മറ്റാരെയും കാണാനാവാത്ത വിധം ജോണും ദേവിയും മാത്രം അവരുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നു. ദേവി പെണ്ണേ! ജോൺ ആ തേയിലത്തോട്ടത്തിന്റെ നടുവിൽ നിന്ന് ഉറക്കി വിളിച്ചു പോയി. ദേവി പെണ്ണ് ചുവന്ന് തുടുത്തുപോയി. തൊഴിലാളി പെണ്ണുകൾ സന്തോഷത്തോടെ അവരുടെ പ്രണയം നോക്കി നിന്നു. ശാന്തമായ ഒരു അന്തരീക്ഷം അവർക്കായി മാറിയുന്ന പോലെ തെളിഞ്ഞു നിന്നു. നേർത്ത മഞ്ഞിൻ കണങ്ങൾ തേയില ചെടികളെ തഴുകി തലോടി കടന്നുപോയി. ത്രേസ്യാമച്ചിയുടെ വീട്ടിലെ ചെറിയൊരു മുറിയായിരുന്നു അവർക്കായി ഒരുക്കിയത്. ജോൺ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പുറത്തു പോയതാണ്. അവനെയും നോക്കി ദേവി ഏറെ നേരം തിണ്ണയിൽ തന്നെ ചമ്രം പടിഞ്ഞിരുന്നു. കൊച്ചേ, നീ പോയി കിടക്കാൻ നോക്ക്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.